അല്പസമയത്തെ ചിന്തയ്ക്ക് അടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 തുടങ്ങി 30 വരെ. ഇതിൽ താലന്തിന്റെ ഉപമയെ കുറിച്ചാണ് പറയുന്നത്. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് അവന്റെ ദാസന്മാരെ വിളിച്ചിട്ട് കുറെ താലന്തുകൾ നൽകി. ഒരുത്തന് 5 താലന്ത്, ഒരുത്തന് 2 താലന്ത്, ഒരുത്തന് 1 താലന്ത്. 5 താലന്ത് ലഭിച്ചവൻ 5 കൂടി നേടി. 2 താലന്ത് ലഭിച്ചവൻ 2 കൂടി നേടി. 1 താലന്ത് ലഭിച്ചവൻ മണ്ണിൽ കുഴിച്ചിട്ടു. എന്തുകൊണ്ടായിരിക്കും അവൻ മണ്ണിൽ കുഴിച്ചിട്ടത്? ഒന്നാമതായി, തന്റെ താലന്ത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നോക്കി. തന്റെ താലന്ത് മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ തന്റെ താലന്ത് കുറവാണെന്ന ചിന്ത ഇയാളെ താലന്ത് വ്യാപാരത്തിൽ നിന്ന് പിൻവലിച്ചു. ഇയാൾ താരതമ്യം ചെയ്തത് ഇയാളെക്കാൾ അധികമുള്ളവരിൽ നിന്നാണ്. ഇതുപോലും കിട്ടാത്ത ഒത്തിരി പേര് ആ കൂട്ടത്തിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ അവരെയൊന്നും ഇയാൾ ശ്രദ്ധിച്ചില്ല. നാമും പലപ്പോഴും ഇങ്ങനെയല്ലേ? നമുക്കില്ലാത്തതിനെ ഓർത്താണ് പരാതി. നമുക്ക് എന്തുണ്ടെന്ന് ചിന്തിക്കാറില്ല. നമ്മളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ ദൈവം നൽകിയിട്ടില്ലേ? മാതാപിതാക്കളില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട്. നമുക്ക് ഞായറാഴ്ച ഇടാൻ നല്ല മനോഹരമായ വസ്ത്രമില്ലേ? ഒരു വർഷത്തിൽ ഒരു പുതിയ വസ്ത്രം പോലും കിട്ടാത്ത എത്രയോ കുഞ്ഞുങ്ങൾ ഈ ലോകത്തുണ്ട്. എന്നാൽ നാം പലപ്പോഴും താരതമ്യം ചെയ്യുന്നത് നമ്മുടെ പണക്കാരനായ കൂട്ടുകാരന്റെ വേഷമാണ്. ആ താരതമ്യമാണ് നമ്മളെ കുറവുള്ളവരായി തോന്നിപ്പിക്കുന്നത്. രണ്ടാമതായി, തന്റെ താലന്തിന്റെ വില അവൻ മനസ്സിലാക്കിയില്ല. അവന് കിട്ടിയ താലന്ത് വളരെ ചെറുതായിരുന്നു, എന്നാൽ അതിനും വിലയുണ്ടായിരുന്നു. യജമാനൻ പറയാണ്, ഇത് വാണിപ്പക്കാർക്ക് കൊടുത്തിരുന്നെങ്കിൽ പലിശയെങ്കിലും കിട്ടിയേനെ. പക്ഷെ അതവൻ മണ്ണിൽ കുഴിച്ചിട്ടു. അതവന്റെ പരാജയമായിരുന്നു. നമുക്ക് കിട്ടിയ താലന്തുകൾ ചെറുതാണെങ്കിലും യേശുദാസിനെ പോലെ പാടാൻ കഴിവില്ലായിരിക്കാം. എന്നാൽ നമ്മളെ ദൈവമാക്കിയിരിക്കുന്ന ഭവനങ്ങളിലും ദേവാലയത്തിലും സംഘടനയിലും നമുക്ക് പാടാൻ കഴിയുന്ന വിധത്തിൽ പാടാൻ ശ്രമിച്ചാൽ അത് ചിലവർക്കെങ്കിലും ആശ്വാസമായി മാറും. നമുക്ക് വലിയവരെ പോലെ പ്രാർത്ഥിക്കാൻ കഴിവില്ലായിരിക്കാം. എന്നാൽ നമുക്ക് അറിയുന്ന വാക്കുകളിൽ പ്രാർത്ഥിക്കാൻ ശ്രമിച്ചാൽ അത് ദൈവം കേൾക്കും. വിക്കുണ്ടായിരുന്ന മോശയാണ് 40 വർഷമായി ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനങ്ങളെ മരുഭൂമിയിൽ കൂടി നടത്തിയത്. നമ്മുടെ താലന്തിന്റെ വില മനസ്സിലാക്കുക. പ്രിയ കുഞ്ഞുങ്ങളെ, പ്രിയ കൂട്ടുകാരെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളും കഴിവുകളും തിരിച്ചറിഞ്ഞ് നന്ദിയുള്ളവരാകാം. മറ്റുള്ളവരുടെ നന്മയ്ക്കായി നമ്മുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്തുക. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് നിരാശരാകാതെ എന്നെ കൊണ്ട് എന്ത് കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അതിന് ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.